നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷൻ പോലെ തന്നെയാണോ? ഇല്ല, കാരിയർ അല്ല, നമുക്ക് അവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ടൈമുണ്ട്, ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ചെന്ന് ഫുഡ് കഴിക്കാം. അതെല്ലാം നമുക്ക് രാത്രി മുറിയിലേക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങളുടെ ഫോണുകളൊക്കെ നിങ്ങളുടെ കയ്യിലാണല്ലോ. ഞങ്ങളുടെ ഫോണുകളോ? ഇല്ല, ഫോണുകൾ അഗെയിൻ ഏരിയാസ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതായത് PCR കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഫോണൊക്കെ കൊണ്ടുപോകാം, ലൈക്ക് ഇഫ് യു ആർ ദ സീനിയർ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ വരാം എന്നുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ എഡിറ്റ്സിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അതുപോലെ PCR കൊണ്ടുപോകാൻ പറ്റില്ല, സൗണ്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വീടിന്റെ അകത്ത് ഗലിയിലേക്ക് കയറുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള. അതാണ് നേരത്തെ സിമി പറഞ്ഞ ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ പോകുമ്പോൾ വിളിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഫോൺ ചെയ്യാൻ പറ്റില്ല. ഈ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ അല്ല, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. പിന്നെ അല്ല, ഈ വാർത്തകൾ വരുന്നതിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു. അങ്ങനെ ആർക്ക് വേണ്ടി വിളിക്കാൻ പറ്റും. നിങ്ങളുടെ ഒന്നും ഫോണൊന്നും ലോക്കലല്ലോ. ആരുടെയും ഫോൺ. ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് താങ്കളുടെ എപ്പിസോഡ് താങ്കൾ നാട്ടിലേക്ക് വരാറുണ്ട്. നാട്ടിൽ വരുന്ന വൈഫു അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആ എപ്പിസോഡ് ഇങ്ങനെയായിരുന്നല്ലോ അങ്ങനെ ചോദിക്കാറുണ്ടോ? വൈഫ് ഇതിലൊന്നും ഇടപെടാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർത്തി. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു ആരാണ് എവിക്റ്റ് ആയത്, ആരാണ് ഈ നാളെ പോകുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഒരു ഹാർഡ് കോർ റൂളാണ് അത്. ആദ്യമൊക്കെ ഭാര്യ ചോദിക്കുമായിരുന്നു. പിന്നെ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. ഞാൻ ഇത്രയും വർക്ക് ചെയ്തത് നിങ്ങളെ TV കാണുമ്പോഴാണല്ലോ ഒരു രസം അല്ലേ? നമ്മളില്ലെങ്കിലും രാവിലെ മുതൽ ഇതൊക്കെ ഇപ്പൊ 2 ദിവസം എവിടെയായിരുന്നു, നമ്മൾ ഇത് ചെയ്യാനാണ് പോയേക്കുന്നത്. ഇപ്പം നിങ്ങളത് TV കാണുമ്പോൾ നമ്മളവിടെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സാധനം റിവീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു രസമുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി എന്ന് പറയും. എൻ്റെ ഒരുപാട് പേര് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഇപ്പം ആരും ചോദിക്കാറില്ല. മനസ്സിലായി. ഞാൻ അങ്ങനത്തെ പരങ്ങൾ വിളിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും വാർത്തകൾക്ക് വേണ്ടി, ബിഗ് ബോസ് വേണ്ട വാർത്തകൾക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല. നമ്മൾ നോക്കാറില്ല. പക്ഷെ ബിഗ് ബോസിൻ്റെ ഒരു അഡിക്റ്റാണ്, ഞാൻ കാണാറുണ്ട്. അത് എനിക്ക് ഒരു ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ കാണുന്ന ഒരാളാണ്. കാരണം എനിക്ക് രസമാണ്, കാണാൻ രസമാണ് എന്തൊക്കെയാണ് ഒരാൾ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊന്നും ജീവിതത്തിൽ ബിഗ് ബോസിൽ പോയി നിൽക്കാൻ പറ്റില്ല എന്ന് ഞാനൊക്കെ ഓടും. അത് തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അതെ അതെ അതെ. നമുക്ക് അതൊരു വേറെ ലോകം തന്നെയാണ്. നമുക്ക് കയ്യിൽ ഫോണില്ലാതെ നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഫോണില്ലാതെ കിടക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ വളരെ ചുരുക്കം. നിൽക്കാൻ പറ്റും. അതെ അതെ. അല്ലെ വീട്ടുകാരെ കാണാതെ എത്ര ദിവസം നിൽക്കാൻ പറ്റും? പക്ഷെ അപ്പൊ ചോദിക്കും ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നില്ലായിരിക്കും. അത് വീട്ടുകാരുടെ വീഡിയോ കോളിലെങ്കിലും വിളിക്കാം. അതെ, ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാം, കോൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് വന്ന് നിൽക്കുന്നവർ അവര് വീഡിയോ കോളും കാര്യങ്ങളും എല്ലാം ഉപരി നമ്മൾ മനസ്സിലായി ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ട് 100 ദിവസത്തേക്ക് അടച്ച് ലോക്ക് ചെയ്ത് അടിയുന്ന ഒരു രക്ഷയില്ല. എന്നും കാണുന്നവരെ തന്നെ രാവിലെ എഴുന്നേറ്റ് കാണും. ഇന്നലെ രാത്രി അടി ഉണ്ടായിട്ട് രാവിലെ അദ്ദേഹത്തിന്റെ മോൻ തന്നെ കാണുന്നു. വീണ്ടും നമുക്ക് പ്രഷർ കൂടുന്നു. അത് നമുക്കറിയുന്നില്ല ഇന്ന് എന്താ വരാൻ പോകുന്നത്, ഇന്ന് എന്ത് ടാസ്ക് വരും, ഇതിന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്താൽ പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. ഈ പണ്ടൊക്കെ ആൾക്കാർക്ക് മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കാം, പക്ഷെ ഇപ്പൊ അതിനും പറ്റില്ല. അപ്പൊ അതുമില്ല. അപ്പൊ എന്താണ്, സോ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ക്യാമറയ്ക്ക് എണ്ണമുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് കഴിഞ്ഞ സീസണിൽ എത്ര 70+ ക്യാമറാസ്, 70+ to 80. വി ഹാവ് ലൈക്ക് ട്രൈപോഡിൽ കുറച്ച് ക്യാമറാസ് ഉണ്ട്. And then you have the robotic camera. എങ്ങനെയാണ് ക്യാമറ behind സാറിന് ഇപ്പോൾ ലാൽ സാറിന്റെ ഒക്കെ പ്രൊമോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗലിയിലുണ്ടാവില്ല ഒരു വീടിന് ചുറ്റും ഒരു ഇരുണ്ട് നടന്നു പോകുന്ന, അതിൻ്റെ അകത്ത് ക്യാമറാസ് ഉണ്ട്. സോ ദേ കീപ് ട്രാവലിംഗ്. അത് ഈ ചുറ്റും ആ മിറർ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നു ലാൽ സാറിന്റെ പ്രൊമോയിലെ ചീഫ് ആരായിരുന്നു ലാസ്റ്റ് സീസൺ? That's a good question. I'm sorry, I forgot. കഴിഞ്ഞ തവണത്തെ ഓർമ്മയില്ല. It's Mervin and team. Mervin ആണ് കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നത്. Mervin is a Bombay guy. I'm sorry, I forgot. ഞാൻ ഓടിച്ചിട്ടില്ല. ക്യാമറ ഹെഡ് ആയിട്ട് ഇരിക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഇത്ര ആളുകൾ വരുന്നത്. ഇത്ര ക്യാമറയും അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ എല്ലാം നോക്കേണ്ട അദ്ദേഹം തന്നെയാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു റിസ്ക് ഭയങ്കരമായിരിക്കും അല്ലേ? ഇല്ല, ഹാഫ് ഓഫ് ദി തിങ്സ് സെറ്റിംഗ് അല്ലേ. നമ്മളിപ്പം ഡേ 1 ഇത് നമ്മളെല്ലാം ഇത് ക്യാമറ ബ്ലൈൻഡ് സ്പോട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്പോട്ട് പാടില്ല വീട്ടിൽ. നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ, എല്ലാം ക്യാമറയായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആ ക്യാമറ ഓരോ ക്യാമറയ്ക്കും മാർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് ഇന്ന ക്യാമറയാണ്, അത് PCR കൃത്യമായിരിക്കും. നമുക്കറിയാം ഏത് ക്യാമറയാണ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്. വെച്ചാൽ നമുക്കറിയാം ഗാർഡൻ ഏരിയയിൽ ഇന്ന ക്യാമറ പോയിട്ട് ഇത്രാമത്തെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയ ഫുൾ എനിക്ക് കാണാം. അവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്, ബാത്റൂമിൽ ആരൊക്കെ ഇരിപ്പുണ്ട് എന്നാ. അത് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന PCR ആ സമയത്ത് റൺ ചെയ്യുന്നത് ആരാണോ, അതായത് നമ്മൾ സ്റ്റോറി എഡിറ്റർ എന്നാണ് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റുഡിയോ ഡയറക്ടർ.
പുള്ളി ഇരുന്നിട്ടാണ് എവിടെ ഏതാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന ആൾക്ക് അറിയണം ഏത് കണ്ടസ്റ്റൻ്റ് എവിടെയാണ് എപ്പോഴും, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം ഇപ്പം നമ്മൾ 4 പേരിരുന്ന് സംസാരിക്കുന്നു, ഈ 4ാമത്തെ ആൾ ഇറക്കി എഴുന്നേറ്റ് പോയി, അയാളുടെ മൈക്ക് ഓഫ് ചെയ്തില്ല, അയാൾ നേരെ പോയി ടോയ്ലറ്റിലാണെങ്കിൽ അവിടെ ചെന്ന് പൈപ്പ് തുറക്കുന്ന ഓപ്ഷൻ നമ്മുടെ സംസാരത്തിൽ കേൾക്കുക. അപ്പോൾ അത് മനസ്സിലാക്കണം, അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ സൈമൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ സൗണ്ടിൻ്റെ ആകുമ്പോൾ നിങ്ങൾ എല്ലാ സൗണ്ടും കേൾക്കുന്നുണ്ടല്ലേ? എല്ലാ സൗണ്ടും കേൾക്കാം, നമുക്ക് കേൾക്കുന്നുണ്ടാകും. ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പുറത്തുവിടാത്ത കുറേ സൗണ്ടുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം അല്ലേ? അത്തരം സൗണ്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പം സ്വയം അവർ പറയുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? നമ്മൾ ഇത്രയും ചീത്ത കേൾക്കണതല്ലേ? കൂടുതലും ചീത്തയായിരിക്കും അല്ലേ കേൾക്കുന്നത്? ഇല്ല, നമ്മൾ ഷോയുടെ അകത്ത് വരുന്നവർ അങ്ങനെയൊന്നും പറഞ്ഞു കേൾക്കാറില്ല. മിക്കവാറും അവർക്ക് എന്ന് വെച്ചാലേ അവർ മിക്കതും കിട്ടുന്നത് അവർക്ക് ബിഗ് ബോസിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ അവർ ആ ബിഗ് ബോസിന് ഉള്ളൊരു റെസ്പെക്റ്റും കാര്യങ്ങളും എപ്പോഴും നമുക്ക് ഷോയുടെ അകത്തുണ്ടാവും. ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുന്നത് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ടാസ്ക് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നത് എല്ലാം ബിഗ് ബോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചീത്ത പറിച്ചൊന്നും ഇല്ല. ഞങ്ങളായിട്ട് കേട്ടിട്ടില്ല, കുറവാണ്. ഈ ബിഗ് ബോസുമായിട്ട് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണല്ലോ, എപ്പോഴും വിളിക്കാറുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, പോണമെന്ന് മുമ്പ് ഞങ്ങൾ വിളിക്കും. പക്ഷെ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല. അതൊരു ഞാനോട്ട് ഡെയിലി എൻ്റെ ഓരോ പ്രോഗ്രാമൊക്കെ പുള്ളിയുടെ വോയിസ് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് പരസ്യങ്ങളിലൊക്കെ ഡബ്ബിങ്ങിനൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയെ പുറത്ത് കണ്ടത് മാരാർ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ്, അഖിൽമാർ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് പുള്ളിയെ പുറത്ത് കണ്ടത്. അപ്പോൾ അത് വെച്ച് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഇല്ല എന്ന് എന്നോട് പറയാം. പക്ഷേ എന്തെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ എൻ്റെ അടുത്തേക്ക് വരാതെ പറഞ്ഞിട്ടുള്ള ഒന്ന് മാറിയിരിക്കുന്ന ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ അല്ലാതെ വരാൻ പറ്റില്ല എന്ന് വെച്ചു. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിമിക്ക് ഞാൻ 1 പ്രാവശ്യം നമ്മള് കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് ഇങ്ങനെ പോകും. പിന്നെ സിമ്മി ഇങ്ങനെ പുറകെ ഇത്തവണ എന്നെ പിടിച്ച വഴി പിടിച്ചിട്ട് പറഞ്ഞു ഇത്തവണ എനിക്ക് തന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഷോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഇപ്പം 100 ദിവസം ഇതില്ല, അടുത്ത പരിപാടികൾ ഇങ്ങനെ ഓരോ ലോട്ട്സ് ഓഫ് തിങ്സ് ഓൺ പ്ലാൻ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്മോൾ ഫിലിമിൻ്റെ ഒരു കാര്യമുണ്ട്, ഇവൻസിൻ്റെ കാര്യമുണ്ട്, എല്ലാം പൈപ്പ് ലൈനാണ്. ബിക്കോസ് ഇതിലേക്ക് പോകാനുള്ള ഒരു ഇതിൽ തയ്യാറെടുപ്പിൽ നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇനി അടുത്ത ഫിഗറിങ് ഔട്ട് അതർ തിങ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ തവണത്തെ വിന്നറിന് അർഹതയില്ലാത്തൊരു വിന്നറാണ്, ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നറാണെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. അപ്പം അതിനോട് എങ്ങനെയാണ് പ്രതികരണം? ഹൂ മെയ്ഡ് ദ വിന്നർ? ജിൻഡോ. അല്ല, ആരാണ് വിന്നർ ആക്കിയത്? വോട്ടിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ വോട്ടിങ്ങിന് ഇപ്പം ഇവിടെയാണ് നമ്മളിപ്പം വോട്ടിംഗ് ശരിക്കുള്ള വോട്ടിംഗ് ആണോ അല്ലയോ? സോ എനിവേ വോട്ട് ചെയ്തിട്ടുണ്ട്, PR ആണോ അല്ല? ഇപ്പം എനിക്ക് തോന്നുന്നു സിമിയാണ്. അപ്പം ദിസ് ഇസ് ദ പ്രോബ്ലം. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ മേക്കേഴ്സിൻ്റെ കയ്യിൽ പോലും അല്ല സാധനങ്ങളൊന്നും, അല്ലേ? അതിപ്പോൾ ഒരു PR-നെ വെച്ച് പൈസ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം വോട്ടിംഗ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.